ഒരു ഡ്രസ്സ് നല്ല വൃത്തിയിൽ അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. നൂറുകണക്കിന് ആളെ ഞാൻ ട്രൈ ചെയ്തു. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നമ്മൾ പഠിച്ച സംഗതി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. ഒരുപാട് ആളുകളുടെ മെസ്സേജ്, വിളി, വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഇതൊന്ന് പഠിപ്പിച്ചു തരുമോ, ഇതൊന്ന് റെഡിയാക്കി തരുമോ, ഭയങ്കര പ്രയാസാണ്, ബുദ്ധിമുട്ടാണ്. ഓരോരുത്തര് എന്താ പറയാ, വീട്ടിലുള്ള അവസ്ഥ ഭയങ്കര പ്രയാസത്തിലാണ്. സത്യം പറഞ്ഞാല് സങ്കടം വരുന്നത് എന്താന്ന് വെച്ചാല് ഈ വർക്ക് കുറച്ചറിയാം, പക്ഷെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇത് സ്റ്റിച്ചിങ് കറക്റ്റ് അറിയില്ല. ചുരിദാർ അടിക്കാൻ അറിയാം, ടോപ്പ് അടിക്കാൻ അറിയാന്നൊക്കെ പറയും, പക്ഷെ അതൊരു നല്ല വൃത്തിയിൽ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ മാറണം. ഒരാളെ സ്കില്ല് എന്ന് പറഞ്ഞാല് ഒരു ഫാഷൻ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരാൾ പഠിച്ചു കഴിഞ്ഞാല് സത്യം പറഞ്ഞത് ഒരു പൈസ വാങ്ങുന്ന പരിപാടി മാത്രമാക്കിയിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ഫാഷൻ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരാള് സ്കില്ല് ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടാണ്. പക്ഷെ ഇതിന് വരുന്നത് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് അവിടെ ഇവിടെയൊക്കെ തൊട്ട് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരു ഡ്രസ്സ് നല്ല വൃത്തിയിൽ അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. നൂറുകണക്കിന് ആളെ ഞാൻ ട്രൈ ചെയ്തു. നമ്മളെ കമ്പനിയിൽ പല രീതിയിലും ട്രൈ ചെയ്തു, പക്ഷെ നല്ല രീതിയിൽ ഒരു ആൾക്ക് പോലും സ്റ്റിച്ച് ചെയ്യാനാകുന്നില്ല. ഞാൻ എന്ത് തീരുമാനിച്ചു എന്ന് വെച്ചാല് നമ്മളെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നമ്മൾ പഠിച്ച സംഗതി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. ഞാൻ യൂട്യൂബില് ഫ്രീ ആയിട്ട് ഓരോരോ മെത്തേഡും പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഞാൻ കുറച്ച് സമയം അതിന് കണ്ടു, കുറച്ച് സമയം അതിന് മാറ്റി വെച്ചിട്ട് അത് ഞാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ യൂട്യൂബില് നിങ്ങൾക്ക് പഠിക്കേണ്ട സംഗതികളൊക്കെ എങ്ങനെ ചെയ്യണം, ഇതെങ്ങനെയാണ് ക്വാളിറ്റി ഉണ്ടാക്കുന്നത്, സ്റ്റിച്ചിങ് ഫിനിഷിങ് എങ്ങനെ വരുത്തണം, സ്റ്റിച്ചിങ് സ്പീഡാക്കൽ എങ്ങനെ ചെയ്യണം, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ ചാനലുകൾ നോക്കി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരന്തരമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും.